Hello everyone, welcome back to A for Education. So, ഇന്നത്തെ നമ്മുടെ സെഷനിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് കൺസ്ട്രക്ടേഴ്സ് ഇൻ C++ ആണ്. ഓക്കെ, സോ കഴിഞ്ഞ സെഷൻസെല്ലാം നമ്മൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്താണെന്നെല്ലാം പറഞ്ഞു. സോ ആ ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ കാണാം. ഓക്കെ, എന്നാലേ നമുക്ക് കൺസ്ട്രക്ടേഴ്സ് എന്താണെന്ന് ക്ലിയർ ആവുള്ളൂ. സോ കൺസ്ട്രക്ടേഴ്സ് ഇൻ C++. എന്താണ് കൺസ്ട്രക്ടേഴ്സ്? In programming, initializing data members and member functions of objects before performing operations is often necessary. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിലെ നമ്മൾ ക്ലാസ്സും ഒബ്ജക്ട്സും എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് 3 കമ്പോണൻസ് ഉണ്ടായിരുന്നു ഒബ്ജക്റ്റിന്: നെയിം, ഡാറ്റ മെമ്പേഴ്സ്, അതുപോലെ മെമ്പർ ഫങ്ഷൻസ്. നെയിം എന്ന് പറഞ്ഞാൽ ആ ഒരു ഒബ്ജക്റ്റിൻ്റെ നെയിം, ആ ഒരു വേരിയബിളിന് നമ്മൾ കൊടുക്കുന്ന നെയിം. ദെൻ ഡാറ്റ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഏത് ക്ലാസ്സിൽ നിന്നാണോ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു ക്ലാസ്സിൻ്റെ മെമ്പേഴ്സ് അല്ലെങ്കിൽ വേരിയബിൾസിന് അല്ലെങ്കിൽ ആ ഡാറ്റേനെയാണ് നമ്മൾ ഡാറ്റ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ദെൻ മെമ്പർ ഫങ്ഷൻസ് എന്ന് വെച്ചാൽ ആ ക്ലാസ്സിലെ മെത്തേഡ്സ് അല്ലെങ്കിൽ ഫങ്ഷൻസ്, അതാണ് മെമ്പർ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. സോ നമ്മളൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒബ്ജക്റ്റിൽ എന്തെങ്കിലും ഓപ്പറേഷൻസ് നടത്തുമ്പോൾ അതിന് മുന്നേ ആയിട്ട് ഈ ഡാറ്റ മെമ്പേഴ്സും മെമ്പർ ഫങ്ഷൻസിനെ എല്ലാം ഇനീഷ്യലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അങ്ങനെ ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് കൺസ്ട്രക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ കൺസ്ട്രക്ടേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്പെഷ്യൽ മെമ്പർ ഫംഗ്ഷൻ ഓഫ് എ ക്ലാസ് വിത്ത് ദ സെയിം നെയിം ആസ് ദ ക്ലാസ് ഇറ്റ് സെൽഫ്. ഒരു ഫംഗ്ഷൻ തന്നെയാണ് ഈ കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. അതായത് നമ്മളെ ക്ലാസിൻ്റെ സെയിം നെയിം വെച്ചിട്ടാണ് കൺസ്ട്രക്ടർ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് എ സ്പെഷ്യൽ മെമ്പർ ഫംഗ്ഷൻ ഓഫ് എ ക്ലാസ്. ക്ലാസ്സിലുള്ള ഒരു ഫംഗ്ഷനാണ്, ഒരു സ്പെഷ്യൽ ഫംഗ്ഷനാണ് വിത്ത് സെയിം നെയിം ആസ് ദ ക്ലാസ് ഇറ്റ് സെൽഫ്. സെയിം നെയിമാണ്, ക്ലാസിൻ്റെ സെയിം നെയിമാണ് കൺസ്ട്രക്ടറിനും യൂസ് ചെയ്യുക. Okay, it is called by the compiler when an object of the class is created, allocating memory and initializing class data members either with default values or values provided by the user. So എന്താണെന്ന് വെച്ചാൽ നമ്മളെ കമ്പൈലർ, അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ക്ലാസ് ഡിഫൈൻ ചെയ്യുമ്പോൾ അതിന് മെമ്മറി അലോക്കേഷൻ ഒന്നും നടക്കുന്നില്ല. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ മാത്രമേ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ സെഷൻസിലെല്ലാം. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ സെഷൻസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഈ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞ മെത്തേഡ് ഇൻവോക്ക് ചെയ്യുമ്പോഴാണ് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നതും അതുപോലെ വാല്യൂസ് ഇനീഷ്യലൈസ് ചെയ്യുന്നതും എല്ലാം. ഓക്കെ, സോ അങ്ങനെ മെമ്മറി അലോക്കേഷനും ഇനീഷ്യലൈസേഷനും വേണ്ടിയിട്ടാണ് നമ്മൾ കൺസ്ട്രക്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, വാല്യൂസ് നമ്മളെ വേരിയബിൾസും അതുപോലെ ഫങ്ഷൻസിൻ്റെയും വാല്യൂസ് അസൈൻ ചെയ്യാനാണ് കൺസ്ട്രക്ടേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒന്നുകിൽ നമ്മൾ ഡിഫോൾട്ട് വാല്യൂസ് കൊടുക്കും, ഇല്ലെങ്കിൽ യൂസർ പ്രൊവൈഡ് ചെയ്യുന്ന വാല്യൂസും കൊടുക്കും. ഓക്കെ, അങ്ങനെ പല ടൈപ്സ് ഓഫ് കൺസ്ട്രക്ടേഴ്സ് ഉണ്ട്. ഡിഫോൾട്ട് വാല്യൂസ് കൊടുക്കണോ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വാല്യൂസ് കൊടുക്കണോ എന്നുള്ള ടൈപ്പ് ഓഫ് കൺസ്ട്രക്ടേഴ്സ് ഉണ്ട്, അത് നമ്മൾ പഠിക്കും. സോ അങ്ങനെ വാല്യൂസ് അസൈൻ ചെയ്യാനും അതുപോലെ മെമ്മറി അലോക്കേഷനും വേണ്ടിയിട്ടാണ് നമ്മൾ കൺസ്ട്രക്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. ആൻഡ് കൺസ്ട്രക്ടേഴ്സ് ഡു നോട്ട് ഹാവ് എ റിട്ടേൺ ടൈപ്പ്. അതിന് റിട്ടേൺ ടൈപ്പ് ഇല്ല. സാധാരണ ഒരു ഫംഗ്ഷന് എന്താ, ഒരു റിട്ടേൺ ടൈപ്പ് ഉണ്ടാവും, ദെൻ ആ ഫംഗ്ഷൻ്റെ നെയിം ഉണ്ടാവും, അങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുക അല്ലേ. ബട്ട് കൺസ്ട്രക്ടേഴ്സിന് റിട്ടേൺ ടൈപ്പ് ഇല്ല. ആസ് ദെയർ പർപ്പസ് ഇസ് ടു ക്രിയേറ്റ് ആൻഡ് ഇനീഷ്യലൈസ് ഒബ്ജക്ട്സ്. ഒബ്ജക്ട്സിനെ ക്രിയേറ്റ് ചെയ്യുക അതുപോലെ ഇനീഷ്യലൈസ് ചെയ്യുക എന്നുള്ളതാണല്ലോ അതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്. സോ അതിന് വേറെ ഒന്നും റിട്ടേൺ ചെയ്യാനില്ല. സോ അതുകൊണ്ട് തന്നെ റിട്ടേൺ ടൈപ്പ് നമ്മൾ സ്പെസിഫൈ ചെയ്യില്ല. ഓക്കെ, സോ കൺസ്ട്രക്ടേഴ്സിൽ പറയാനുള്ള ഒരു സ്പെഷ്യൽ മെമ്പർ ഫംഗ്ഷനാണ് വിത്ത് സെയിം നെയിം ആസ് ദ ക്ലാസ്. അതുപോലെ ഇറ്റ് ഇസ് യൂസ് ടു അലോക്കേറ്റ് മെമ്മറി ആൻഡ് ഇനീഷ്യലൈസ് ഡാറ്റ മെമ്പേഴ്സ്. പിന്നെ അതിന് റിട്ടേൺ ടൈപ്പ് ഇല്ല. ദേ ഡു നോട്ട് ഹാവ് എ റിട്ടേൺ ടൈപ്പ്. ഓക്കെ, സോ കൺസ്ട്രക്ടേഴ്സ് എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായല്ലോ അല്ലേ. ഇനി സിൻടാക്സ് ഓഫ് കൺസ്ട്രക്ടേഴ്സ്. കൺസ്ട്രക്ടറിൻ്റെ സിൻടാക്സ് എന്താണെന്നാണ് പറയുന്നത്. നമ്മളിവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ക്ലാസ് സ്റ്റുഡൻറ്റ്. സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ് ആണുള്ളത്. സോ ക്ലാസ്സിൻ്റെ സെയിം നെയിം ആയിരിക്കുമല്ലോ കൺസ്ട്രക്ടറിന്. സോ ഇതാണ് അതിൻ്റെ കൺസ്ട്രക്ടർ സ്റ്റുഡൻറ്റ്. നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന പോലെ പാരാന്തസിസ് എല്ലാം കൊടുത്തിട്ട് കൺസ്ട്രക്ടറിൻ്റെ ബോഡി എന്താണോ അത് കൊടുക്കുക. സോ ഇങ്ങനെയാണ് ഒരു കൺസ്ട്രക്ടറിൻ്റെ ബേസിക് സിൻടാക്സ് ഉണ്ടാവുക. ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കൺസ്ട്രക്ടേഴ്സ്. സോ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ കൺസ്ട്രക്ടേഴ്സ് ക്യാൻ ബി പബ്ലിക്, പ്രൈവറ്റ് ഓർ പ്രൊട്ടക്റ്റഡ് ബേസ്ഡ് ഓൺ പ്രോഗ്രാം ഡിസൈൻ. സോ ഇവിടെ നമ്മൾ കണ്ടായിരുന്നു, ഇവിടെ നമ്മൾ പബ്ലിക്കാണ് കൊടുത്തത്. സോ ഇതുപോലെ പല ആക്സസ് മോഡിഫയേഴ്സും നമുക്ക് കൊടുക്കാൻ പറ്റും. പബ്ലിക് കൊടുക്കാം, പ്രൈവറ്റ് കൊടുക്കാം, ഇല്ലെങ്കിൽ പ്രൊട്ടക്റ്റഡ് കൊടുക്കാം. ഏതാണോ വേണ്ടത്, എങ്ങനെയൊക്കെ നമുക്ക് ആക്സസ് ചെയ്യണം, ആ ഒരു ഡാറ്റ മെമ്പർ എങ്ങനെയൊക്കെ ആക്സസ് ചെയ്യണം എന്നുള്ള രീതിയിൽ നമുക്ക് പല ആക്സസ് മോഡിഫയേഴ്സും കൊടുക്കാൻ പറ്റും. പബ്ലിക് വേണമെങ്കിൽ കൊടുക്കാം, പ്രൈവറ്റ് കൊടുക്കാം, ഇല്ലെങ്കിൽ പ്രൊട്ടക്റ്റഡും കൊടുക്കാം. ഓക്കെ, then a constructor cannot be inherited
but a derived class can call the base class constructor. Inherit ചെയ്യാൻ പറ്റില്ല, but base class constructorനെ call ചെയ്യാൻ പറ്റും. Okay, then constructors in C++ cannot be virtual, as virtual tables are not created during constructor execution. So constructors virtual ആവാൻ പാടില്ല, ബിക്കോസ് അവിടെ വെർച്വൽ ടേബിൾസ് ഒന്നും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നില്ല എക്സിക്യൂഷൻ്റെ ടൈമിൽ. സോ വെർച്വൽ ആവാൻ പറ്റില്ല കൺസ്ട്രക്ടേഴ്സ് എന്ന് പറയുന്നത്. സോ ഇതൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കൺസ്ട്രക്ടേഴ്സ്. കൺസ്ട്രക്ടേഴ്സിന് നമുക്ക് പല മോഡിഫയേഴ്സും കൊടുക്കാൻ പറ്റും. ആക്സസ് മോഡിഫയേഴ്സ് കൊടുക്കാൻ പറ്റും, പബ്ലിക് കൊടുക്കാം, പ്രൈവറ്റ് കൊടുക്കാം, ഇല്ലെങ്കിൽ പ്രൊട്ടക്റ്റഡ് കൊടുക്കാം. ദെൻ കൺസ്ട്രക്ടേഴ്സ് കനോട്ട് ബി ഇൻഹെറിറ്റഡ്, അതുപോലെ കൺസ്ട്രക്ടേഴ്സ് കനോട്ട് ബി വെർച്വൽ. സോ ഇതൊക്കെയാണ് കൺസ്ട്രക്ടേഴ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. സോ കൺസ്ട്രക്ടേഴ്സ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നൗ ടൈപ്സ് ഓഫ് കൺസ്ട്രക്ടേഴ്സ്. കൺസ്ട്രക്ടേഴ്സ് പല ടൈപ്സ് ഉണ്ട്. 4 ബേസിക് ടൈപ്സ് ആണുള്ളത്. ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ഉണ്ട്, പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ ഉണ്ട്, ദെൻ അങ്ങനെ പല ടൈപ്പ് ഓഫ് കൺസ്ട്രക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ എന്താണെന്നാണ് പറയുന്നത്. സോ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ എന്ന് പറയുന്നത് എ കൺസ്ട്രക്ടർ വിത്ത് നോ പാരാമീറ്റേഴ്സ്, ഓൾസോ നോൺ ആസ് എ സീറോ ആർഗ്യുമെൻറ്റ് കൺസ്ട്രക്ടർ. പാരാമീറ്റേഴ്സ് ഇല്ലാത്തൊരു കൺസ്ട്രക്ടറിനെയാണ് നമ്മൾ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. സോ അതിനെ നമുക്ക് സീറോ ആർഗ്യുമെൻറ്റ് കൺസ്ട്രക്ടർ എന്നും പറയാം. ഓക്കെ, സോ എ കൺസ്ട്രക്ടർ വിത്ത് നോ പാരാമീറ്റേഴ്സ്, അതിനെയാണ് ഡിഫോൾട്ട് കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓട്ടോമാറ്റിക്കലി പ്രൊവൈഡഡ് ബൈ ദ കമ്പൈലർ ഇഫ് നോട്ട് ഡിഫൈൻഡ് എക്സ്പ്ലിസിറ്റ്ലി. അതായത് നമ്മൾ എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യണം എന്നില്ല, ബട്ട് ഓട്ടോമാറ്റിക്കലായിട്ട് കമ്പൈലർ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അങ്ങനെയുള്ള കൺസ്ട്രക്ടേഴ്സിനാണ് ഡിഫോൾട്ട് കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. അത് വേറെ പുറത്തുനിന്ന് വാല്യൂസ് ഒന്നും ആക്സെപ്റ്റ് ചെയ്യുന്നില്ല, അതായത് പാരാമീറ്റേഴ്സ് ഒന്നും അതിനില്ല. ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ ക്ലാസ്സിന് സ്റ്റുഡൻറ്റ് ഇങ്ങനെയായിരിക്കും കൺസ്ട്രക്ടേഴ്സ് ഉണ്ടാവുക, അതായത് പാരാമീറ്റേഴ്സ് ഒന്നും ഇല്ല. ഓക്കെ, സോ ഒരു എക്സാമ്പിൾ കാണാം. സോ ഹിയർ ക്ലാസ് സ്റ്റുഡൻറ്റ്, നമ്മളെ ക്ലാസ്സിൻ്റെ പേര് സ്റ്റുഡൻ്റ് ആണ്. ഓക്കെ, നമുക്ക് ഇവിടെ ഒരു ഡാറ്റ മെമ്പർ ഉണ്ട്, ഏജ് എന്ന് പറഞ്ഞിട്ട് ഡാറ്റ മെമ്പർ. ദെൻ ഇതാണ് നമ്മളെ കൺസ്ട്രക്ടർ സ്റ്റുഡൻറ്റ്. ക്ലാസ്സിൻ്റെ സെയിം നെയിം വെച്ചിട്ട് നമ്മൾ കൺസ്ട്രക്ടറിനെ ഡിഫൈൻ ചെയ്തു, ആൻഡ് പാരാമീറ്റേഴ്സ് ഒന്നും കൊടുത്തിട്ടില്ല. ഓക്കെ, സോ നമുക്കതിൽ ഡിഫോൾട്ട് ആയിട്ടൊരു വാല്യൂ സെറ്റ് ചെയ്ത് വെക്കണം, അതായത് ഏജ് ഈക്വൽ ടു 18 എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു. ഓക്കെ, ദെൻ നമ്മൾ ആ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റുഡൻറ്റ് S1 എന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ് ആയിട്ട് കൊടുത്തു, അതായത് ക്ലാസ് നെയിം കൊടുത്തു, എന്താണോ ഒബ്ജക്റ്റിൻ്റെ പേര് അത് കൊടുത്തു. ഇവിടെ നമ്മൾ എക്സ്പ്ലിസിറ്റ് ആയിട്ട് കൺസ്ട്രക്ടറിനെ കോൾ ചെയ്യുന്നൊന്നുമില്ല. ഓക്കെ, ബട്ട് ഓട്ടോമാറ്റിക്കലി കമ്പൈലർ എന്ത് ചെയ്യും, ഈ ഒരു കൺസ്ട്രക്ടർ ഇൻവോക്ക് ചെയ്യും, എന്നിട്ട് ഈ ഒരു വാല്യൂ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അതായത് നമ്മൾ ഈ S1.age കോൾ ചെയ്യുമ്പോൾ നമുക്ക് 18 എന്നുള്ള വാല്യൂ പ്രിൻ്റ് ആയിട്ട് വരും. അതായത് ഓട്ടോമാറ്റിക്കലി കമ്പൈലർ ഈ ഒരു കൺസ്ട്രക്ടറിനെ കോൾ ചെയ്യും. ഓക്കെ, സോ അതാണ് ഡിഫോൾട്ട് കൺസ്ട്രക്ടർ വരുന്നത്. നൗ അടുത്തത് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ. സോ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ എന്ന് പറയുമ്പോൾ ഡിഫോൾട്ട് കൺസ്ട്രക്ടറിൽ നമ്മൾ പറഞ്ഞു പാരാമീറ്റേഴ്സ് ഒന്നുമില്ല അല്ലേ. സോ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ എന്ന് പറയുമ്പോൾ അതിൽ പാരാമീറ്റേഴ്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. ഇറ്റ് ആക്സെപ്റ്റ്സ് വൺ ഓർ മോർ ആർഗ്യുമെൻറ്റ്സ് അലോവിങ് വാരിഡ് ഇനീഷ്യൽ വാല്യൂസ് ഫോർ ഒബ്ജക്ട്സ്. സോ വൺ ഓർ മോർ ആർഗ്യുമെൻറ്റ്സ് ആക്സെപ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്റ്റുഡൻറ്റ് ഇൻറ്റ് ഓഫ് എക്സ്, ഇവിടെ പാരാമീറ്റർ നമ്മൾ സ്പെസിഫൈ ചെയ്തു. സോ അങ്ങനെയുള്ളതിനാണ് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. സോ ഒരു എക്സാമ്പിൾ നോക്കാം. നമ്മൾ സെയിം എക്സാമ്പിൾ എടുത്തു, ബട്ട് നമ്മൾ പാരാമീറ്റർ കൊടുത്തു, ഇൻറ്റ് എക്സ് എന്ന് പറഞ്ഞിട്ട് പാരാമീറ്റർ കൊടുത്തു. ദെൻ ഏജ് ഈക്വൽ ടു ഈ ഒരു എക്സ് ഡിഫൈൻ ചെയ്തു. ഓക്കെ, നൗ ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ സ്റ്റുഡൻറ്റ് S1 ഓഫ് 19, അതായത് ഈ ഒരു കൺസ്ട്രക്ടർ കോൾ ചെയ്യാണ്. ഇൻറ്റ് എക്സ് എന്ന് പറഞ്ഞ വാല്യൂവിൽ നമ്മൾ 19 കൊടുത്തു. സോ ഏജ് ഈക്വൽ ടു 19 ആയി, നമുക്ക് 19 പ്രിൻ്റ് ചെയ്ത് വരും S1.age എന്ന് പറയുമ്പോൾ. ഓക്കെ, സോ ഇതാണ് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പാരാമീറ്റേഴ്സ് അതുപോലെ ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യുന്ന കൺസ്ട്രക്ടറിനെയാണ് നമ്മൾ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, നൗ അടുത്തത് കോപ്പി കൺസ്ട്രക്ടർ ആണ്. സോ കോപ്പി കൺസ്ട്രക്ടർ എന്ന് പറയുന്നത് ഇറ്റ് ക്രിയേറ്റ്സ് എ കോപ്പി ഓഫ് എൻ എക്സിസ്റ്റിംഗ് ഒബ്ജക്റ്റ്. ഒരു എക്സിസ്റ്റിംഗ് ഒബ്ജക്റ്റിൻ്റെ കോപ്പി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോപ്പി കൺസ്ട്രക്ടർ യൂസ് ചെയ്യുന്നത്. ഓട്ടോമാറ്റിക്കലി പ്രൊവൈഡഡ് ബൈ ദ കമ്പൈലർ, ഇത് കമ്പൈലർ ഓട്ടോമാറ്റിക്കലി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെയാണ് ഒരു കോപ്പി കൺസ്ട്രക്ടർ ഡിഫൈൻ ചെയ്യുന്നത്. അതായത് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ടെങ്കിൽ സ്റ്റുഡൻറ്റ് ബ്രാക്കറ്റിൽ സ്റ്റുഡൻറ്റ് ആംപർസൻഡ് PTR, ഇങ്ങനെയാണ് നമ്മളൊരു കോപ്പി കൺസ്ട്രക്ടർ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. സോ സെയിം എക്സാമ്പിൾ നമ്മളെടുത്തു.
നമ്മളൊരു പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ നമ്മളിവിടെ കൊടുത്തു. ഇത് പാരാമീറ്ററൈസ്ഡ് ആണ്. ഓക്കെ, ദെൻ ഇതാണ് നമ്മളെ കോപ്പി കൺസ്ട്രക്ടർ. അതായത് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തു കോൺസ്റ്റ് സ്റ്റുഡൻറ്റ് ആംബ്രസൻറ്റ് ന്യൂ സ്റ്റുഡൻറ്റ്. സോ ഇതാണ് നമ്മളെ കോപ്പി ചെയ്ത കൺസ്ട്രക്ടർ ആംബ്രസൻറ്റ് ന്യൂ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നത്. സോ ഏജ് ഈക്വൽ ടു ന്യൂ സ്റ്റുഡൻറ്റ് ഡോട്ട് ഏജ്. സോ അതിലേക്ക് നമ്മൾ കോപ്പി ചെയ്യുകയാണ്, ഈ ഒരു ഏജിനെ ഈ ഒരു ഏജിലേക്ക് കോപ്പി ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു, സാധാ പോലെ തന്നെ സ്റ്റുഡൻറ്റ് S1 ഓഫ് 19 എന്ന് പറഞ്ഞിട്ട് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ദെൻ സെക്കൻഡ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ S1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഒബ്ജക്റ്റിൻ്റെ ഒരു കോപ്പിയാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ സ്റ്റുഡൻറ്റ് S2 ഈക്വൽ ടു S1 എന്നുള്ള രീതിയിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. ഓക്കെ, സോ ഇവിടെ നമ്മൾ S1 ഡോട്ട് ഏജ് കോൾ ചെയ്യുമ്പോൾ നമുക്കിവിടെ 19 ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പം 19 ഔട്ട്പുട്ടായിട്ട് വരും. അതുപോലെ S2 ഡോട്ട് ഏജ് കൊടുക്കുമ്പോഴും 19 ഔട്ട്പുട്ടായിട്ട് പ്രിൻ്റ് ആയി വരും. ഓക്കെ, സോ ഇതാണ് കോപ്പി കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. ഒരു ഒബ്ജക്റ്റിൻ്റെ ഒരു കോപ്പി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോപ്പി കൺസ്ട്രക്ടർ യൂസ് ചെയ്യുന്നത്. അടുത്തത് ഡൈനാമിക് കൺസ്ട്രക്ടർ ആണ്. സോ ഡൈനാമിക് കൺസ്ട്രക്ടർ എന്ന് പറയുന്നത് ഇറ്റ് അലോക്കേറ്റ്സ് മെമ്മറി ഡൈനാമിക്കലി ഡ്യൂറിങ് ഒബ്ജക്റ്റ് ക്രിയേഷൻ. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഡൈനാമിക്കായിട്ട് മെമ്മറി അലോക്കേഷൻ നടക്കുന്നതിനാണ് നമ്മൾ ഡൈനാമിക് കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ബേസിക് സിൻടാക്സ് എന്ന് പറയുന്നത്. നമ്മൾ ന്യൂ കീവേഡ് വെച്ചിട്ടാണ് ഡൈനാമിക് കൺസ്ട്രക്ടർ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അതായത് ഡൈനാമിക്കലി റൺ ടൈമിൽ മെമ്മറി അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ന്യൂ കീവേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ കാണിക്കാം. സെയിം എക്സാമ്പിൾ തന്നെയാണ്. ഇവിടെ സ്റ്റുഡൻറ്റ് ഇൻറ്റ് എക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൺസ്ട്രക്ടർ കൊടുത്തു. ദെൻ അതിൻ്റെ ഉള്ളിൽ ഏജ് ഈക്വൽ ടു ന്യൂ ഇൻറ്റ്. ഇതാണ് നമ്മളെ ബേസിക് ആയിട്ട് കൊടുക്കേണ്ട സിൻടാക്സ് എന്ന് പറയുന്നത്. ഏജ് ഈക്വൽ ടു ന്യൂ ഇൻറ്റ്, അതുപോലെ സ്റ്റാർ ഏജ് ഈക്വൽ ടു എക്സ്. ഏജിലേക്ക് ഈ എക്സ് എന്ന് പറഞ്ഞ വാല്യൂ സ്റ്റോർ ചെയ്തു. സോ ഇങ്ങനെയാണ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ നടക്കുന്നത്. ഓക്കെ, സോ ഇവിടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സാധാ പോലെ തന്നെ സ്റ്റുഡൻറ്റ് S1 ഈക്വൽ ടു സ്റ്റുഡൻറ്റ് ഓഫ് 19 എന്ന് പറഞ്ഞ് കൊടുത്തു. സോ 19 പ്രിൻ്റ് ആയി വരും. ഇതാണ് ഡൈനാമിക് കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. അതായത് ഡൈനാമിക്കലി മെമ്മറി അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡൈനാമിക് കൺസ്ട്രക്ടർ യൂസ് ചെയ്യുന്നത്. ന്യൂ കീവേഡ് വെച്ചിട്ടാണ് ഈ ഒരു കൺസ്ട്രക്ടർ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് 4 ടൈപ്സ് ഓഫ് കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ഉണ്ടായിരുന്നു, പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ ഉണ്ട്, ദെൻ കോപ്പി കൺസ്ട്രക്ടർ ആൻഡ് ഡൈനാമിക് കൺസ്ട്രക്ടർ. ഓക്കെ, ഡിസ്ട്രക്ടേഴ്സ് എന്താണെന്നാണ് പറയുന്നത്. സോ കൺസ്ട്രക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന് വാല്യൂസ് അസൈൻ ചെയ്യാനും അതുപോലെ മെമ്മറി അലോക്കേഷനും വേണ്ടിയിട്ടാണ് നമ്മൾ കൺസ്ട്രക്ടേഴ്സ് യൂസ് ചെയ്തിട്ടുള്ളത്. ഡിസ്ട്രക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മെമ്പർ ഫംഗ്ഷൻ കോൾഡ് ഓട്ടോമാറ്റിക്കലി വെൻ ആൻ ഒബ്ജക്റ്റ് ഇസ് ഡിസ്ട്രോയിഡ്. ഒരു ഒബ്ജക്റ്റ് ഡിസ്ട്രോയ് ചെയ്യുമ്പോൾ ഇല്ലെങ്കിൽ അതിൻ്റെ സ്കോപ്പ് ഔട്ട് ആവുമ്പോൾ നമ്മൾ ഈ ഒരു മെത്തേഡ് ഓട്ടോമാറ്റിക്കലി കോൾ ചെയ്യും. ഡിസ്ട്രക്ടർ എന്ന് പറഞ്ഞ മെത്തേഡ് ഇറ്റ് ഡീഅലോക്കേറ്റ്സ് മെമ്മറി ആൻഡ് ഷെയർസ് ദ സെയിം നെയിം ആസ് ദ ക്ലാസ് പ്രിസീഡഡ് ബൈ എ ടെയിൽഡ്. സോ ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മെമ്മറി ഡീഅലോക്കേഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞാൽ മെമ്മറി അലോക്കേഷന് വേണ്ടിയിട്ടായിരുന്നു, ബട്ട് ഡിസ്ട്രക്ടർ എന്ന് പറഞ്ഞാൽ മെമ്മറി ഡീഅലോക്കേഷന് വേണ്ടിയിട്ടാണ്. ആൻഡ് ഇത് സെയിം നെയിമാണ്, ക്ലാസിൻ്റെ സെയിം നെയിം ആയിരിക്കും ഡിസ്ട്രക്ടേഴ്സിനെയും യൂസ് ചെയ്യുക വിത്ത് ദിസ് സിമ്പിൾ. ഈ ഒരു സിമ്പിൾ പ്രിസീഡ് ചെയ്തിട്ടാണ് ഡിസ്ട്രക്ടേഴ്സ് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് കൺസ്ട്രക്ടേഴ്സിൽ പറഞ്ഞ പോലെ തന്നെ ഇതിലും റിട്ടേൺ ടൈപ്പ് ഒന്നും ഇല്ല. ഇറ്റ് ആക്സെപ്റ്റ്സ് നോ പാരാമീറ്റേഴ്സ്. പാരാമീറ്റേഴ്സും ആക്സെപ്റ്റ് ചെയ്യില്ല. കൺസ്ട്രക്ടേഴ്സിൽ നമുക്ക് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ എല്ലാം ഉണ്ടായിരുന്നു, ബട്ട് ഡിസ്ട്രക്ടറിൽ പാരാമീറ്റേഴ്സ് ആക്സെപ്റ്റ് ചെയ്യില്ല, അതുപോലെ റിട്ടേൺ ടൈപ്പും ഇല്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ കാണുക. ക്ലാസ് സ്റ്റുഡൻറ്റ്, നമ്മൾ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ ക്ലാസ് ആണ്. ഇവിടെ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ കൺസ്ട്രക്ടർ ഉണ്ട് ആൻഡ് ഡിസ്ട്രക്ടർ ഡിഫൈൻ ചെയ്യുന്നത് ഈ ഒരു സിമ്പിൾ വെച്ചിട്ടാണ്. ഈ ഒരു സിമ്പിൾ വെച്ചു, ദെൻ ക്ലാസിൻ്റെ പേര് കൊടുത്തു, സെയിം കൺസ്ട്രക്ടർ പോലെ തന്നെ, ബട്ട് ഈ സിമ്പിൾ കൊടുത്തു. അതാണ് കൺസ്ട്രക്ടറും ഡിസ്ട്രക്ടറും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡിസ്ട്രക്ടർ ആണ്. ഡിസ്ട്രക്ടറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ഇറ്റ് ഡീഅലോക്കേറ്റ്സ് മെമ്മറി വെൻ ആൻ ഒബ്ജക്റ്റ് ഇസ് ഡിലീറ്റഡ്. ഒരു ഒബ്ജക്റ്റ് ഡിലീറ്റ് ചെയ്യുമ്പോൾ മെമ്മറി ഡീഅലോക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസ്ട്രക്ടർ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇറ്റ് കനോട്ട് ബി ഓവർലോഡഡ്. കൺസ്ട്രക്ടറിൻ്റെ കേസ് ആണെങ്കിൽ ഓവർലോഡ് ചെയ്യായിരുന്നു. അതായത് നമുക്കൊരു ഡിഫോൾട്ട് കൺസ്ട്രക്ടർ വേണമെങ്കിൽ കൊടുക്കാം, അത് കഴിഞ്ഞിട്ട് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ കൊടുക്കാമായിരുന്നു, അങ്ങനെ മൾട്ടിപ്പിൾ കൺസ്ട്രക്ടേഴ്സ് കൊടുക്കാമായിരുന്നു. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഡിസ്ട്രക്ടർ ഇറ്റ് കനോട്ട് ബി ഓവർലോഡഡ്. ഒരൊറ്റ ഡിസ്ട്രക്ടർ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ ഇറ്റ് ക്യാൻ ബി കോൾഡ് ഇൻ ദ റിവേഴ്സ് ഓർഡർ ഓഫ് കൺസ്ട്രക്ടേഴ്സ്. കൺസ്ട്രക്ടേഴ്സിൻ്റെ റിവേഴ്സ് ഓർഡറിൽ കോൾ ചെയ്യാൻ പറ്റും. ഇറ്റ് ഇസ് ടിപ്പിക്കലി ഡിഫൈൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ക്ലാസ് ഡെഫിനിഷൻ.
ഒരു ക്ലാസ്സിൻ്റെ എൻഡിലാണ് നമ്മൾ പൊതുവെ ഡിസ്ട്രക്ടേഴ്സ് കോൾ ചെയ്യുന്നത്, ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഇതൊക്കെയാണ് ഡിസ്ട്രക്ടറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നത്. മെയിനായിട്ട് വരുന്നത് മെമ്മറി ഡി അലോക്കേഷനാണ്. അതായത് ഒരു ഒബ്ജക്റ്റ് ഡിലീറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ സ്കോപ്പ് കഴിയുമ്പോൾ നമ്മളതിന് മെമ്മറി ഡി അലോക്കേഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് ഡിസ്ട്രക്ടർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു കൺസ്ട്രക്ടറും ഡിസ്ട്രക്ടറും ഉള്ള ഒരു എക്സാമ്പിളാണ് നമ്മളിവിടെ ക്ലാസ് സ്റ്റുഡൻറ്റ് കൊടുത്തു. ഇതാണ് നമ്മളെ കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. ക്ലാസ്സിൻ്റെ സെയിം നെയിം കൊടുത്തു ആൻഡ് ഒരു പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റും കൊടുത്തു, കൺസ്ട്രക്ടർ ഇൻവോക്ഡ്. ഇതാണ് കൺസ്ട്രക്ടർ. ആൻഡ് ഈ ഒരു സെറ്റ് ഓഫ് കോഡാണ് ഡിസ്ട്രക്ടറിന് വരുന്നത്. ഓക്കെ, ടിൽഡ് സിമ്പൽ കൊടുത്തു ആൻഡ് ക്ലാസ്സിൻ്റെ സെയിം നെയിം കൊടുത്തു, ദെൻ ഡിസ്ട്രക്ടറിൻ്റെ ബോഡിയും കൊടുത്തു. സോ ഇങ്ങനെയാണ് ഒരു കൺസ്ട്രക്ടറും ഡിസ്ട്രക്ടറും ഡിഫൈൻ ചെയ്യുന്നത്. എന്തൊക്കെയാണ് മെയിൻ ഡിഫറൻസസ് എന്ന് നമുക്ക് ഒന്നുകൂടെ നോക്കാം. കൺസ്ട്രക്ടേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഇൻവോക്ക് ടു ഇനീഷ്യലൈസ് ഒബ്ജക്ട്സ് ഡ്യൂറിങ് ക്രിയേഷൻ. ഒബ്ജക്റ്റ് ക്രിയേഷൻ്റെ ടൈമിൽ വാല്യൂസ് അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇനീഷ്യലൈസേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ കൺസ്ട്രക്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. എന്നാൽ ഡിസ്ട്രക്ടേഴ്സിൻ്റെ കേസിൽ ഇറ്റ് ഇസ് ഇൻവോക്ഡ് വെൻ ഒബ്ജക്ട്സ് ആർ ഡിസ്ട്രോയിഡ്. ഒബ്ജക്ട്സ് ഡിസ്ട്രോയ് ചെയ്യുമ്പോഴാണ് ഡിസ്ട്രക്ടേഴ്സ് നമ്മൾ ഇൻവോക്ക് ചെയ്യുക. ദെൻ കൺസ്ട്രക്ടേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഡിക്ലെയർഡ് ആസ് ക്ലാസ് നെയിം വിത്ത് കൺസ്ട്രക്ടർ ബോഡി. ഡിസ്ട്രക്ടേഴ്സിൻ്റെ കേസ് ആണെങ്കിൽ ഡിക്ലെയർഡ് ആസ് ടിൽഡ് സിമ്പൽ ആൻഡ് ക്ലാസ് നെയിം. ദെൻ കൺസ്ട്രക്ടേഴ്സ് ക്യാൻ റിസീവ് പാരാമീറ്റേഴ്സ്. പാരാമീറ്റേഴ്സ് റിസീവ് ചെയ്യാമായിരുന്നു. നമ്മളെ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറിൽ പാരാമീറ്റേഴ്സ് റിസീവ് ചെയ്യാം. ബട്ട് ഡിസ്ട്രക്ടറിൻ്റെ കേസിൽ ഇറ്റ് കെ നോട്ട് ആക്സെപ്റ്റ് എനി പാരാമീറ്റേഴ്സ്. പാരാമീറ്റേഴ്സ് ഒന്നും ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. ദെൻ അടുത്തത് യൂസ് ടു ഇനീഷ്യലൈസ് ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ്. ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് ഇനീഷ്യലൈസ് ചെയ്യാൻ, വാല്യൂസ് അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കൺസ്ട്രക്ടേഴ്സ് യൂസ് ചെയ്തിട്ടുള്ളത്. ബട്ട് ഡിസ്ട്രക്ടേഴ്സിൻ്റെ കേസിൽ ഇറ്റ് ഇസ് യൂസ് ടു ഡി അലോക്കേറ്റ് മെമ്മറി. മെമ്മറീനെ ഡി അലോക്കേറ്റ് ചെയ്യാനാണ് ഡിസ്ട്രക്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. ദെൻ ഇവിടെ മൾട്ടിപ്പിൾ കൺസ്ട്രക്ടേഴ്സ് ക്യാൻ എക്സിസ്റ്റ് ഫോർ സെയിം ക്ലാസ്. നമ്മൾ പറഞ്ഞു പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ കൊടുക്കാം, ദെൻ ഒരു കോപ്പി കൺസ്ട്രക്ടർ കൊടുക്കാം, ഡൈനാമിക് കൺസ്ട്രക്ടർ കൊടുക്കാം, അങ്ങനെ മൾട്ടിപ്പിൾ കൺസ്ട്രക്ടേഴ്സ് യൂസ് ചെയ്യാം. ബട്ട് ഡിസ്ട്രക്ടേഴ്സ് ഓൾവേസ് എ സിംഗിൾ ഡിസ്ട്രക്ടർ ഇൻ ദ ക്ലാസ്. ഒരൊറ്റ ഡിസ്ട്രക്ടർ മാത്രമേ ഒരു ക്ലാസ്സിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇറ്റ് ക്യാൻ ബി ഓവർലോഡഡ്. കൺസ്ട്രക്ടേഴ്സ് നമ്മൾ പറഞ്ഞു മൾട്ടിപ്പിൾ കൺസ്ട്രക്ടേഴ്സ് യൂസ് ചെയ്യാം, അതുകൊണ്ട് തന്നെ ഓവർലോഡ് ചെയ്യാൻ പറ്റും. ബട്ട് ഡിസ്ട്രക്ടേഴ്സിൻ്റെ കേസിൽ ഇറ്റ് കനോട്ട് ബി ഓവർലോഡഡ്. ഓവർലോഡ് ചെയ്യാൻ പറ്റില്ല. സോ ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന ഡിഫറൻസസ് കൺസ്ട്രക്ടേഴ്സും ഡിസ്ട്രക്ടേഴ്സും. സോ ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത സെഷനിൽ നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.